ഹലോ, ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ചർച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ചർച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇനി ചെന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. മിസ് ആലീസ്, വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്? മിൽക്കേ കുടിക്കു കുട്ടി. അപ്പോൾ ഇവക്ക് ഇന്ന് ഓഫാണ്, എനിക്ക് മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി. പാവം ഞാൻ. നമുക്കിനി ചെന്നിട്ട് കുക്കിംഗ് ഒക്കെ ഉണ്ട്. ബിക്കോസ് ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം കുക്കിംഗ് ഒക്കെ ചെയ്യണം, നൈറ്റിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. ഓക്കെ, അപ്പം വീട്ടിലോട്ട് പോകാം. അപ്പം അങ്ങനെ ചർച്ചിലൊക്കെ പോയിട്ട് വന്നു. ആക്ച്വലി ഇവിടുന്ന് ഒരു 10 minutes വാക്കിങ്ങേ ഉള്ളൂ ചർച്ചിലോട്ട്. അപ്പം ഞാൻ നൈറ്റോ അല്ലെങ്കിൽ ഓഫോ ഒക്കെ ആണെങ്കിൽ മുടങ്ങാതെ പോകാൻ നോക്കും. ലൈറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ലോങ് ഡേ ആണെങ്കിൽ നമുക്കതിന് പറ്റാറില്ല. യൂഷ്വലി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു 9:30 സർവീസിനായിരുന്നു. അപ്പോൾ ഇന്ന് അവര് ഇപ്പൊ സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ 10:30 ഒരു സർവീസേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം പോയിട്ട് വന്ന് 12 ആയപ്പോഴത്തേക്കിന് കഴിഞ്ഞ് വീട്ടിലും വന്നു. ഇനിയിപ്പോൾ നൈറ്റിന് പോകാനായിട്ടും റെസ്റ്റ് എടുക്കാനും ഒക്കെ ധാരാളം ടൈമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇവെല്ലാം കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം കഴിക്കാനായിട്ട് ദോശയും ചട്നിയുമാണ്. ദോശയും ചട്നിയും മുട്ടക്കറിയുമാണ്. അപ്പോൾ ആലീസ് ഇവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ദോശ ഇവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുട്ടക്കറി നമ്മൾ രാവിലെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ചട്നി ഉണ്ട്. എന്തൊക്കെയാണ് അത് ചട്നിയില്? കോക്കനട്ട് ഇല്ലേ, എല്ലാം കൂടെ ഇട്ടൊരു ചട്നിയാണ്. പിന്നെ നമുക്ക് ഫിഷ് കറി ഇരിപ്പുണ്ട്. ഇന്നലെ ചേച്ചിയുടെ റൂബൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വൈകിട്ട് നമുക്ക് ഫിഷ് കറി തന്നിട്ടുണ്ടായിരുന്നു. കേട്ടൊന്നുമല്ല, ചേച്ചി സ്നേഹത്തോട് തന്നതാ. ഓക്കെ, അപ്പം പോയിരിക്കാം അവിടെ. നീ കൊണ്ടുപോവാ. ശരി, താങ്ക് യു മാഡം. അപ്പോൾ അവളാണ് ഇവിടുത്തെ ദോശ സ്പെഷ്യലിസ്റ്റ്. അവളുണ്ടാക്കട്ടെ, ബിക്കോസ് ഞാൻ ഉണ്ടാക്കുന്ന ദോശ അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ ദോശയും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആലീസും കൂടെ വരാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട് റൂമിൽ, പക്ഷേ എങ്കിൽ ഞങ്ങൾ കൂടുതൽ ഈ സോഫയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. അവൾ ഈ ഒരു എൻഡിലിരിക്കും, ഞാനിവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് ഉറങ്ങണം, ബിക്കോസ് നൈറ്റ് അല്ലേ. അങ്ങനെ ചിന്തിക്കുന്നു, അറിയില്ല. നൈറ്റിന് പോകണം എന്ന് ചിന്തിച്ചാൽ എനിക്ക് ഇപ്പോഴേ ഉറക്കം വരത്തില്ല. ഒരു 6:45 ആകുമ്പോൾ എനിക്ക് പോകണം. ഒരു 6 o'clock ആകുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും. എനിക്ക് യൂഷ്വലി അങ്ങനെയാണ്. ഒരു ദിവസത്തെ നൈറ്റേ ഉള്ളൂ, അപ്പം പിന്നെ കുഴപ്പമില്ല. 1-2 ദിവസമുള്ളപ്പം പിന്നെയോ നാളെയും പോകണമല്ലോ എന്ന് മടിയത്. ഇപ്പോൾ ഒരു ദിവസം പോവുക, തിരിച്ചു വരിക, പിന്നെ എനിക്കൊരു ക്ലാസ്സാണ് നെക്സ്റ്റ് ഡേ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കിച്ചണിൽ വന്നിട്ട് റൈസ് ഉണ്ടാക്കിയായിരുന്നു. അയ്യോ, എൻ്റെ ഫോൺ ഇപ്പം താഴെപ്പോയനെ. റൈസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇവിടെ മെഴുക്ക് പുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് മുട്ട വെച്ചതിൻ്റെ ബാക്കി കറി ഇരിപ്പുണ്ട്. അപ്പം ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അപ്പം അവൾക്ക് ചെറിയൊരു തലവേദന. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഇവിടെ ഫിനിഷായി. ഇനിയിപ്പോൾ എന്തെങ്കിലും വേണോന്ന് ഇങ്ങനെ ചിന്തിക്കുക, ബിക്കോസ് ഇനിയിപ്പോൾ അവൾ റെസ്റ്റ് എടുത്തോട്ടെ, നാളെ രാവിലെ വരുമ്പോൾ എന്താ നമുക്കിപ്പം കഴിക്കാനുള്ള അങ്ങനെ ഒരു പ്ലാൻ ചെയ്താണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് 3 days or 4 days കഴിഞ്ഞിട്ടാണ് ഇന്ന് റൈസ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഇച്ചിരി എന്താ പറയുക, വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും നോൺ വെജ് അല്ലേ കൂടുതൽ. അപ്പോൾ റൈസ് കുറച്ചിട്ട് വെജീസ് കൂട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ഡയറ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഒക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അതിന്റെയൊക്കെ അപ്ഡേറ്റും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഇന്നൊരു നോർമൽ ഫുഡാണ്, ബിക്കോസ് കുറേ ദിവസമായി ഞങ്ങൾ ഇങ്ങനെ റൈസോ അങ്ങനത്തെ ഒന്നും കഴിക്കാതിരുന്നിട്ട്. അപ്പൊ ഇന്നോർത്തു എനിക്ക് നൈറ്റിന് പോകണം, അവളും എനിച്ചിട്ട് റെസ്റ്റ് എടുത്തോട്ടെ, റൈസ് ആകുമ്പോൾ പെട്ടെന്നാകുമല്ലോ. അങ്ങനെയാണ് റൈസ് ഉണ്ടാക്കിയത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ വാഷിങ്ങിന് കുറച്ച് ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി അതെല്ലാം എടുത്ത് വിരിച്ചിടണം. അപ്പൊ അവള് അവിടെ എൻ്റെ റൂമിൽ കിടന്നിറങ്ങുന്നുണ്ട്. മാഡം സുഖനിദ്രയിലാണ്. അപ്പോൾ ഇനി വീട്ടിലും വിളിച്ചില്ല, വീട്ടിൽ വിളിക്കണം. അപ്പോൾ എന്താണെങ്കിലും ഇനി ഞാൻ പോയി ഇവിടെയൊക്കെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹൗസ് ഷെയറിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മാക്സിമം ഇപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലോട്ട് വല്ല ആക്കി വെക്കാനായിട്ട് നോക്കും, ബിക്കോസ് അടുത്ത ആൾക്ക് കുക്ക് ചെയ്യണം. ഇപ്പം ഞാനും ആലീസും ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ ഒരാളും കൂടെ ഉള്ളൂ. സ്റ്റിൽ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. ചിലപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് മടിയാവും, ടയേർഡാകും, അന്നേരം ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം ഞാനോടത്ത് സമയമുണ്ടല്ലോ, എല്ലാം മാറ്റി വെച്ച് ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിലോട്ട് കയറിച്ചാൽ മതി. അപ്പോൾ അതുകൂടെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ ക്ലീനിങ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഞങ്ങൾക്കിവിടെ ക്ലീനിങ് 1
വൺസിൻ്റെ വീക്ക് ഒരാൾ വരും ക്ലീൻ ചെയ്യാനായിട്ട്. അവർ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വരും. പിന്നെ എനിക്ക് യൂണിഫോം ഒക്കെ അയൺ ചെയ്യണം. അത് പിന്നെ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയുടെ പാർട്ട്, ഡ്യൂട്ടിക്ക് പോകാൻ മെൻ്റലി പ്രിപ്പയർ ആകുമ്പോഴാണ് ആ പണിയൊക്കെ തുടങ്ങുന്നത്. അതുവരെ അവിടെ പോയി ഫോണിൽ നോക്കി കിടക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വാചകം അടിച്ച് പകുതി പണിയും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇനി കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എഴുതിട്ട് ഫ്രഷായി. ഇനിയിപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ടു, എന്നാലേ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൊരു ഫീല് വരത്തുള്ളൂ. ബിക്കോസ് എനിക്ക് നൈറ്റിന് പോകുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്ക് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. റിക്വസ്റ്റ് ചെയ്യും ഞങ്ങളെല്ലാവരും നൈറ്റും വീക്കെൻഡും വേണമെന്ന്. പക്ഷേ ഈ നൈറ്റ് ആണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും വളരെ ബോറിംഗ് ആണ്. നമുക്ക് അത്രയ്ക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ഇഷ്ടമേ അല്ല. പക്ഷെ വീക്ക് ഡേയ്സ് ലോങ് ഡേ മാത്രം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഹാൻസ്മെന്റ് ഒന്നും ഇല്ല, റെഗുലർ ബേസിക് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നൈറ്റൊക്കെ കുറച്ച് പൈസ കൂടുതൽ കിട്ടാൻ. പക്ഷെ പോകാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു മടി. അതിപ്പോൾ എനിക്ക് മാത്രമല്ലായിരിക്കും, മിക്കവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ചിലരൊക്കെ ഉണ്ട് ലൈക്ക് ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കണ്ടിന്യൂസ് നൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർക്ക് നൈറ്റേ ഇഷ്ടമുള്ളൂ, ഡേ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ കൂടുതലും എന്നെ പോലെ കാറ്റഗറിയിലുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ എൻഹാൻസ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്, ബാങ്ക് ഷിഫ്റ്റ്സിനെ കുറിച്ച്. ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ബാങ്ക് ഷിഫ്റ്റ്സ് ഒക്കെ ഒത്തിരി കുറവാണ്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം ഞാനൊക്കെ ഒരു ബാങ്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. പിന്നെ ഒരു ഇടയ്ക്ക് എവിടെ ഒരു ഓവർ ടൈം, അത് വാർഡിൽ ഒട്ടും സ്റ്റാഫ് ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ വാർഡ് ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഷിഫ്റ്റ് പിക്ക് ചെയ്തതാണ്. അത് കുറേ നാൾ മുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ബാങ്ക് ഷിഫ്റ്റ്സേ ഇല്ല ഞങ്ങൾക്ക്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ സ്റ്റാഫ്ഡ് ആണ്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒത്തിരി സ്റ്റാഫ്സായി, റിക്രൂട്ട്മെന്റ് വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് കാര്യമായിട്ട് വലിയ ഒരുക്കമൊന്നും വേണ്ട. ബട്ട് സ്റ്റിൽ നമ്മൾ ഉറങ്ങുകയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണെന്നല്ല, നമുക്ക് ഉറക്കം വരുന്നു എന്ന് ആരും ചിന്തിക്കരുത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഒരുങ്ങിയൊക്കെ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈവൻ ഞാൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഞാൻ ലേറ്റ് എത്ര ആയെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് കണ്ണെങ്കിലും എഴുതിയിട്ടേ പോകും. അല്ലെങ്കിൽ ഉറക്കം തികയാതെ എഴുന്നേറ്റ് വന്നതാണോ എന്ന് എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറുപട ഒരു ഒരുക്കം എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഇപ്പോൾ ആക്ച്വലി ഒരുപാട് ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഇടയ്ക്കിങ്ങനെ എന്താ പറയുക, ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് വലിയ മടിയില്ല. ഒരുപാട് ഓഫ് ഡേയ്സ് കിട്ടുന്നത് നോർമൽ ഓഫ് ഡേയ്സ് തന്നെയാണ്. പക്ഷെങ്കിൽ അത് ആ ഒരു സമയത്ത് നേരത്തേക്കെന്ന് വെച്ചാൽ ബാങ്ക് ഷിഫ്റ്റ്സ് എടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്നല്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഇപ്പം ഞങ്ങൾക്ക് വളരെ റെയറായിട്ട് ഷിഫ്റ്റ്സ് കിട്ടാറുള്ളൂ. അതിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ സ്റ്റാഫ്ഡ് ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് ബാങ്ക് ഷിഫ്റ്റ്സ് ഒക്കെ ഒത്തിരി കുറവാണ്. നേരത്തെ ഞങ്ങൾക്ക് ബാങ്ക് ഷിഫ്റ്റിൽ തന്നെ 3 കാറ്റഗറി ആയിരുന്നു. ഒന്ന് നോർമൽ ബാങ്ക് ഷിഫ്റ്റ്, ഒന്ന് അലോക്കേറ്റഡ് അറൈവല്, പിന്നെ ബ്രേക്ക് ക്ലാസ് ഷിഫ്റ്റ്. അപ്പൊ ഈ ബ്രേക്ക് ക്ലാസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എമർജൻസി, ലൈക്ക് പേഷ്യൻ്റ് സ്റ്റാഫ് പെട്ടെന്ന് സിക്കായി 2 സ്റ്റാഫൊക്കെ ഒരുപാട് സിക്കായി, പിന്നെ ഒരു സ്റ്റാഫേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർ ബ്രേക്ക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഷിഫ്റ്റ് ഇടും. അത് നമുക്ക് ഒരു ഡേ നൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ 450 ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു പൗണ്ട്സ്. അത്രയ്ക്ക് നല്ലതായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ആയിരുന്നു അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കി. പിന്നെ അലോക്കേറ്റഡ് അറൈവൽ എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മളെ അത് അലോക്കേറ്റ് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതിന് നോർമൽ ബാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും പേയ്മെന്റ് കൂടുതലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ റെഗുലർ നോർമൽ ബാങ്ക് ഷിഫ്റ്റ് ആണ്. ഇപ്പൊ ആകെ അവൈലബിൾ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ അലോക്കേറ്റഡ് അറൈവൽ ഏർലി, ലേറ്റ്, അതും റെയർലി, പിന്നെ നോർമൽ ബാങ്ക് ഷിഫ്റ്റ്, അതും വളരെ കുറവാണ്. മേ ബി റീസൺസ് എന്ന് പറയുന്നത് പലതാകാം. ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു കൊളാബറേറ്റീവ് ട്രസ്റ്റ് ആണ്. അപ്പോൾ ബ്രിസ്റ്റോളും ഇതേ അവസ്ഥയാണ്. നമുക്കിപ്പം ബാങ്ക് ഷിഫ്റ്റ് എല്ലാം കുറവാണ്, ഇവിടെയും കുറവാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓവർ സ്റ്റാഫ്ഡ് ആണ് നമ്മൾ. മെയിൻ റീസൺ അതാണ്. ബിക്കോസ് ഇപ്പോൾ ഒത്തിരി റിക്രൂട്ട്മെന്റ് ചെയ്ത് ഒത്തിരി പേരെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബാങ്ക് വിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒരു വാർഡിൽ സ്റ്റാഫ് കുറവാണെങ്കിൽ അടുത്ത വാർഡിൽ നിന്ന് പുൾ ഔട്ട് ചെയ്ത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അവർ മോർ ദാൻ ഇനഫ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട്. അതിപ്പോൾ 2 ട്രസ്റ്റിലും അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും എവിടെയെങ്കിലും ഒരു ബാങ്ക് ഷിഫ്റ്റ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുവാണ്. നമ്മൾ അലൗഡ് ആണ് അവിടെ പോയി ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു റീസൺ കാരണം ഒരു ബാങ്ക് ഷിഫ്റ്റ് വന്നാൽ അതിലോട്ട് നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ട്രസ്റ്റിലുള്ള ആൾക്കാർ, ഞങ്ങളുടെ ട്രസ്റ്റിലെ ആൾക്കാർ
പിന്നെ ഏജൻസി സ്റ്റാഫ്സ്, പിന്നെ ബാങ്ക് സ്റ്റാഫ്സ് എല്ലാവരും നോക്കിയിരിക്കുവാണ്. അപ്പം നമ്മൾ അത് കാണുന്നതിന് മുമ്പേ അത് കുത്തിയെടുത്തോണ്ട് പോകും. അതാണ് ഒരു മെയിൻ റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഓവർ സ്റ്റാഫിംഗ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫ് ഒരുപാടുണ്ട്. സ്റ്റിൽ നമുക്കിപ്പോൾ ഒരു ഇടുന്ന ഡ്യൂട്ടി, ഒരു ബാങ്ക് ഷിഫ്റ്റ് നമ്മൾ ആരെങ്കിലും കാണണ്ടേ? ബിക്കോസ് എല്ലാവരും എപ്പോഴും നോക്കിയിരിക്കുവാണ്. പക്ഷെങ്കിൽ ചില ദിവസം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കാണുന്നില്ല. പക്ഷെ ഷിഫ്റ്റിൽ വരുമ്പോൾ ഒരു ബാങ്ക് സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഏജൻസി സ്റ്റാഫ് ആയിരിക്കും, അവരായിരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയാം അവർക്കിത് കാണാമായിരുന്നു, അല്ലെങ്കിൽ അവർ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ 1 വീക്ക് മുന്നേ ബുക്ക് ചെയ്തതാണ്. പക്ഷെങ്കിൽ നമുക്ക് ആർക്കും ഷിഫ്റ്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈവൻ ബാങ്ക് ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, ചില സമയത്ത് പറയും ആ ഷിഫ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ അലോക്കേറ്റിന്റെ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവരോട് പറഞ്ഞ് അവർ ബുക്ക് ചെയ്യും. ചില സമയത്ത് അവർ പറയും ഷിഫ്റ്റ് ഇല്ലെന്ന്, പക്ഷെ നമ്മുടെ വാർഡിൽ നിന്ന് പറയും ഓൾറെഡി ഒരു ഷിഫ്റ്റ് ഔട്ട് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തോന്ന്. വിളിക്കുമ്പോൾ അവർ പറയും അങ്ങനെ ഒരു ഷിഫ്റ്റ് ഇല്ലെന്ന്. എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. മേ ബി ഏജൻസി അല്ലെ ബാങ്ക് സ്റ്റാഫിന് മാത്രമായിട്ട് കാണുന്ന പോലെ എന്തെങ്കിലും കുറച്ച് ഷിഫ്റ്റ്സ് ഔട്ട് ആക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഉറപ്പുള്ള ഒറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ റീസണാണ്. ഇതൊരു സെക്കൻഡ് റീസണായിട്ടാണ് ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു റീസൺ എന്നാണ്. ഇപ്പം എന്താണെങ്കിലും മൊത്തത്തിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഷിഫ്റ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ട്രസ്റ്റിൽ എങ്ങനെയാണ്? ഇത് കാണുന്ന ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റിൽ സെയിം അവസ്ഥയാണോ, അതിന്റെ റീസൺസ് എന്താണ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ UK-കളുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 90% ട്രസ്റ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേ ബി അവർ റീസ്റ്റാർട്ട് ആക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഇവിടുത്തെ എൻ്റെ ട്രസ്റ്റിലെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിക്കുക ഏതെങ്കിലും ട്രസ്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ. ബിക്കോസ് നമുക്ക് ബാങ്ക് ഷിഫ്റ്റൂടെ ചെയ്യാതെ ഈ കൺട്രിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം നമുക്ക് പേ റൈസ് ഉണ്ട്, 5.5% കൂട്ടാൻ പോവുകയാണ്. ഡിസ്കഷൻസ് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രോബബ്ലി അത് ചെയ്യും. പക്ഷെങ്കിൽ അവിടെ 5.5 കൂടുമ്പോൾ ഇവിടെ കൗൺസിൽ ടാക്സ് 10% കൂട്ടാൻ പോകുന്നു. യൂട്ടിലിറ്റി ബിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ്, അത് കൺഫേം എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടില്ല, എത്രയോ പെർസെൻറ്റേജ് കൂട്ടാൻ പോകുന്നു. അപ്പം നമുക്ക് ബാലൻസ് ആകുന്നില്ല. പിന്നെ നമ്മുടെ തട്ട് താണിരിക്കുവാണ്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തട്ട് പൊങ്ങിയിരിക്കുവാണ്. അപ്പോൾ എന്താണെങ്കിലും അത് ലൈക്ക് ബാലൻസ് ചെയ്ത് പോകാൻ ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് കിട്ടുമ്പോഴൊക്കെ പോയി എടുക്കുമായിരുന്നു. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിലിരിക്കുമ്പോൾ. ഇപ്പോൾ 4 ഡേയ്സ് വീക്ക്ലി ഓഫിനുള്ളപ്പോൾ 4 ഡേയ്സും വീട്ടിലിരിക്കുവാണ്. കാരണം നമുക്ക് ഷിഫ്റ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ദിവസം ജോലി ഉള്ളപ്പോൾ എനിക്കിപ്പോൾ അത്ര മടിയില്ല. ബിക്കോസ് എപ്പോഴും ഇവിടെ ഇരുന്ന് മടുത്തു വീട്ടിൽ. അപ്പം ജോലിക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 10 ആൾക്കാരെ കാണാമല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചുമ്മാതെ ഫോൺ നോക്കി ടൈം വേസ്റ്റ് ആകുന്നു. ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയാണ് ഇപ്പം. ബിക്കോസ് എല്ലാവരും ചിന്തിക്കും ഇപ്പോൾ നമുക്ക് 2000 പൗണ്ട്സ് എക്സാമ്പിൾ ഞാൻ പറയുവാണ്, കിട്ടുന്ന ഒരാൾക്ക് ഒരു 700-800 ബില്ല് പോയി കഴിഞ്ഞാൽ ബാക്കി 1200 അല്ലെങ്കിൽ 1300 നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന്. അങ്ങനല്ല, എക്സ്പെൻസുകൾ നമുക്ക് വേറെ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വീട്ടിലോട്ടൊക്കെ കൊടുക്കേണ്ടിയവരുണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു എമർജൻസി എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചിലവോ വല്ലതും വന്നാൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നത് എപ്പോഴും നമുക്കൊരു സേവിങ് തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇനി പെട്ടെന്ന് മാറി ബാക്ക് ടു നോർമൽ ആകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൈറ്റും വീക്കെൻഡ്സും ഒക്കെ കിട്ടുന്നത് ഇപ്പോൾ ആകെ ഒരു ആശ്വാസം അതാണ്, കുറച്ച് എൻഹാൻസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ട് നമുക്കൊരു ഓൾട്ടർനേറ്റീവേ ഉള്ളൂ. ഇൻ കേസ് ഇത് നോർമലായി പഴയതുപോലെ വന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ കെയർ ഹോം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോം അങ്ങനെയുള്ളിടത്തൊക്കെ നഴ്സായിട്ടോ കെയറായിട്ടോ ഒക്കെ കയറാൻ നോക്കുക. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഒരുപാട് കെയർ ഹോംസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു ഏജൻസി ഡ്യൂട്ടിക്കായിട്ട് ഒന്നിനും ഇതുവരെ പോയിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പ്ലാന് എന്തെങ്കിലും ഏജൻസി നഴ്സായിട്ട് ഇടയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ കെയർ ഹോമിൽ എവിടെയെങ്കിലും ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറായിട്ടാണെങ്കിലും ഓക്കെ, നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നഴ്സായിട്ട് തന്നെ കിട്ടിയാൽ അത്ര സന്തോഷം. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കണം. അത് നമുക്ക് ചുമ്മാതെ പോയി ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് ലീഗലി കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് മാത്രമേ നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് തരാം.
അപ്പോൾ പറഞ്ഞ് സംസാരിച്ചിരുന്നിരുന്നിരുന്ന് എൻ്റെ സമയം ഒരുപാട് പോയി. ഞാൻ ഇനിയും പോയി ആ ബാഗെല്ലാം എടുത്ത് സെറ്റാക്കി വയ്ക്കട്ടെ. ബിക്കോസ് ഇപ്പോൾ 6:45 ആകാറായി, ചേച്ചി വരുമായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോട്ടെ. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, അവർ വന്നു. എനിക്ക് കോള് വന്നു. ഞാൻ പിന്നെ അത് കട്ടാക്കി വീഡിയോ എടുക്കുകയുണ്ട്. ഇനിയിപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോയിട്ട്, അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ നാളിന് ശേഷം ഇട്ടപ്പോൾ ഞാൻ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഓർത്തില്ല. എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും അടുത്ത ദിവസം കാണാം. ബിക്കോസ് അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.